നിങ്ങൾക്ക് ഫിസിക്കലി ഒരു ഷോപ്പ് ഉണ്ടായിരിക്കാം. നിങ്ങളൊരു ഷോപ്പ് റൺ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഡിജിറ്റലി ഇൻവിസിബിൾ ആണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്കൊരു ഡിജിറ്റൽ പ്രസൻസ്, അപ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഓൺലൈൻ സിസ്റ്റംസ്, കാര്യങ്ങൾ, സോഷ്യൽ മീഡിയാസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ഓൺലൈൻ വിസിബിലിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ എത്രത്തോളം ഓൺലൈനിൽ വിസിബിൾ ആകുന്നോ അത്രത്തോളം ആയിരിക്കും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക, അത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്, അതുപോലെ സിസ്റ്റംസ്, വാട്സപ്പ് ഓട്ടോമേഷൻസ്, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് ഗൂഗിൾ സെർച്ച് ബിഹേവിയർ ആണ്. ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ ഒരു ബിഹേവിയർ ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ മേടിക്കുന്നതിന് മുമ്പായിട്ട് കസ്റ്റമേഴ്സ് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തിൽ നല്ല പ്രൊഡക്റ്റാണ്, ഇതിൻ്റെ റിവ്യൂസ് എങ്ങനെയാണ്, ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ഇതിൻ്റെ ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ ഒരു കസ്റ്റമർ തീരുമാനിക്കുന്നത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിക്കണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കസ്റ്റമർ ബിഹേവിയർ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിസിനസ് ഓണേഴ്സ് ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ പ്രൂഫ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ഓൺലൈനിൽ നമ്മുടെ ഡിജിറ്റൽ പ്രസൻസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു സോഷ്യൽ പ്രൂഫ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ലൈക്ക് നമ്മുടെ ഒരു കസ്റ്റമർ റിവ്യൂസ് ആയിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ആയിരിക്കാം, നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സോഷ്യൽ പ്രൂഫ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പ്രൂഫ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാക്സിമം ടെസ്റ്റിമോണിയൽസ്, ഫീഡ്ബാക്ക്, കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക. അപ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് ആയിട്ടും വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് കോമ്പറ്റീറ്റർ അഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ഈ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു ഓൺലൈൻ വിസിബിലിറ്റിയിലേക്ക്, അതുപോലെ ഓൺലൈൻ പ്രസൻസിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു സർവീസോ പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള റിവ്യൂസ്, കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കസ്റ്റമേഴ്സ് നമ്മളെ കുറിച്ച് കൊടുത്താലും നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പ്രൊഡക്റ്റ്, നല്ല സർവീസ്, കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഓഫ്ലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അവർ ജസ്റ്റ് ഓഫ്ലൈന് മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ലൈക്ക് മറ്റേ ആള് ബിസിനസ് വിത്ത് വെബ്സൈറ്റ്, അതുപോലെ തന്നെ വാട്സപ്പ് പ്ലസ് ഇൻസ്റ്റഗ്രാം, ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാ ജസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഏതൊരു ബിസിനസ് ആയിരിക്കും കൂടുതലായിട്ട് അവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? തീർച്ചയായിട്ടും രണ്ടാമത്തെ ആളുകളായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് വെറും ഓഫ്ലൈൻ ആയിട്ടുള്ള ബിസിനസ് മാത്രമല്ല, അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്, അപ്പോൾ തന്നെ വാട്സപ്പ് ഓട്ടോമേഷൻസ് കാര്യങ്ങളുണ്ട്, സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരായിരിക്കും കൂടുതലായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഓൺലൈൻ വിസിബിലിറ്റി ഇല്ലാതെ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെയും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോക്ക് കമൻ്റ് ആയിട്ട് ഡിജിറ്റൽ എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്.